ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ട്രാവൽ പിള്ളേ. ഞങ്ങളുടെ ഇന്നത്തെ യാത്ര മുംബൈയിലേക്കാണ്. ഞങ്ങളിപ്പോൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. 12:202 തിരുവനന്തപുരത്ത് നിന്ന് ലോകമാന്യ തിലക് വരെ പോകുന്ന ഗരീബ് രഥിലാണ് ഞങ്ങളുടെ യാത്ര. അങ്ങനെ അടുത്ത ദിവസം ഞങ്ങൾ ബോംബെ LTTയിലെത്തി. ഇനി ഇവിടുന്ന് ഞങ്ങൾ കൊളാബയിലേക്കാണ്. ലോകമാന്യ തിലക് ടെർമിനൽ റെയിൽവേ സ്റ്റേഷൻ്റെ പുറകു വശമാണ്. കൊളാബയിലേക്ക് ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. INS സാഗർ കൊളാബ. ഞങ്ങളെ വണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ബോംബെ വരുന്നത്. ലോകമാന്യ തിലക് ടെർമിനലിൻ്റെ അടുത്തുള്ള കുർള ഞങ്ങളിപ്പോൾ ബോംബെയിൽ ദലാൽ സ്ട്രീറ്റിലാണ് നിൽക്കുന്നത്. ഈ മുമ്പ് കാണുന്നതാണ് BSE ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഈസ്റ്റേൺ എക്സ്പ്രസ് വേ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലെത്തി. ഇവിടെ നിന്ന് ഇപ്പം 11 മണിക്കാണ് ഇവിടുന്ന് ബസ് അടുത്തുള്ള സ്ഥലങ്ങളിലേക്ക്. അത് ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഇതൊരു എന്താ പറയുക, നമ്മുടെ മനസ്സിലൊക്കെ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു പിക്ചറിൽ കണ്ടിട്ടേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ മുംബൈയിൽ ഇത് ഫസ്റ്റ് ടൈമാണ്. നല്ല രസമുണ്ട്. എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇതൊക്കെ ഒന്ന് മനുഷ്യൻ ജീവിതത്തിൽ കണ്ടിരിക്കേണ്ട കാര്യങ്ങളാണ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് നമ്മുടെ താജ് ഹോട്ടൽ. അതറിയാമല്ലോ അവിടുത്തെ പ്രസിദ്ധി എന്താണെന്നുള്ളത്, അത് വ്യക്തമായി പറയേണ്ടതില്ല. പിന്നെ ഇനി ഞങ്ങൾക്ക് ഇവിടുന്ന് അതായത് ഇവിടുന്ന് ഒരു ഗൈഡ് വിത്ത് ഗൈഡ് ഒരു ബസ് പോകുന്നുണ്ട്. ഇഷ്ടംപോലെ ബസ് ഇവിടുന്ന് പോകുന്നുണ്ട്. ഞങ്ങൾ ഇന്നലെ രാത്രിയിൽ ഇവിടെ വന്ന് ബുക്ക് ചെയ്തിരുന്നു. പെർ പേഴ്സൺ AC ബസ്സാണ്. 350 റുപ്പീസാണ് പെർ പേഴ്സൺ. അപ്പം ഞങ്ങൾ 3 പേരുണ്ട്. ഞങ്ങൾ ഇന്ന് ഇപ്പം ബസ് ഒരു 11 മണിക്കാണ് ഇവിടുന്ന് സ്റ്റാർട്ട്. ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഇന്ന് 11 മണിക്ക് സ്റ്റാർട്ടായിട്ട് നാളെ 8 മണി വരെയാണ് ഇന്ന് 8 മണി വരെയാണ്, രാത്രി 8 മണി വരെയാണ് അവരുടെ ടൈം. അപ്പം 32 പോയിന്റ്സ് അവർ കാണിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഫസ്റ്റ് നമ്മുടെ പോയിന്റ് ഇത് തന്നെയാണ്, ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. പിന്നെ ഒരുപാട് പോയിന്റ്സ് ബോംബെ ഫുള്ള് സിറ്റി കാണിക്കും എന്നുള്ളതാണ്. ഞങ്ങളിപ്പോൾ ഛത്രപതി ശിവാജി മ്യൂസിയത്തിൽ നിൽക്കുകയാണ്. ഞങ്ങൾ എൻട്രി ആയതേ ഉള്ളൂ. ഞങ്ങളിനി അകത്തോട്ട് പോവുകയാണ്. ഇനി അകത്തെ കാഴ്ചകൾ നിങ്ങളെ കാണിക്കുന്നതാണ്. ഇനി ഗാർഡനാണിത്. ഛത്രപതി ശിവാജി മഹാരാജ മ്യൂസിയത്തിൻ്റെ ഇൻവശം. ഇത് മ്യൂസിയത്തിനകത്തുള്ള കാഴ്ചകളാണ്. ഏൻഷ്യൻറ്റ് തിങ്സ് ആണ്.
ടച്ച് ആൻഡ് ഫീൽ. ബിന്ദുവിന്റെ തല മാത്രം. മ്യൂസിയം എല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി ഞങ്ങള് അടുത്ത വ്യൂ പോയിന്റിലേക്ക് പോവുകയാണ്. മഹാലക്ഷ്മി ടെമ്പിളിലെ ജനനിബിഡമാണ് ഇവിടെ. ഇവിടെ ഒരു 5 മണിക്കൂർ 6 മണിക്കൂർ ക്യൂ നിന്നാലും ദർശനം കിട്ടാൻ പാടാണ്. സ്വാമിനാരായണൻ ടെമ്പിളാണിത്. ഇതാണ് വെർലി സിറ്റി. നമുക്ക് 4 സൈഡിൽ കൂടെയും വഴികളാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് മുകേഷ് അംബാനിയുടെ മകളുടെ വീട്. ജുഹു ബീച്ചിലെ രാത്രി കാഴ്ചയാണ്. പാനിപ്പുരി. ജുഹു ബീച്ചിലെ രാത്രി കാഴ്ചയാണ്. കുട്ടികളൊക്കെ നന്നായിട്ട് വെള്ളത്തിൽ കിടന്ന് ആസ്വദിക്കുകയാണ്. ഇന്നത്തെ ഞങ്ങളുടെ ടൂർ ഇവിടെ അവസാനിക്കുകയാണ്. എറണാകുളത്ത് നിന്നും സനിതയോടൊപ്പം ക്യാമറാമാൻ UK പിള്ള. ഞങ്ങളുടെ ഇന്നത്തെ യാത്ര എലിഫന്റ കേവ്സിലേക്കാണ്. അത് നമ്മുടെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് നമ്മൾ ബോട്ടിന്റെ ടിക്കറ്റ് എടുത്തിട്ട് നമ്മളിപ്പോ ബോട്ടിൽ കയറി ഇനി എലിഫന്റ കേവ്സിലേക്ക് പോകുന്നതാണ്. ഇവിടെ നിന്ന് എനിക്കൊന്ന് 1 hour ജേണി ഉണ്ടെന്നാണ് അവർ പറയുന്നത്. എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ അത് കാണാം. നമ്മൾ ദൂരെ കാണുന്നത് ബോംബെ നമ്മുടെ തീരങ്ങളാണ്. പക്ഷെ അതൊക്കെ ഇപ്പം വളരെ ചെറുതായി ആ തീരത്തുള്ള വലിയ വലിയ അമ്പരചുംബികളായ ബിൽഡിങ്സുകളും അതുപോലെ നങ്കൂരമിട്ട് കിടക്കുന്ന കപ്പലുകളും എല്ലാം നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത്. ഞാൻ ഫസ്റ്റ് ടൈം ബോംബെ എന്ന് പറഞ്ഞു. ഇത്രയും എന്റെ ജീവിതത്തിൽ ഒരു ആഗ്രഹമായിരുന്നു ബോംബെ കാണണമെന്ന്. അതെന്തായാലും കണ്ടു. ഭയങ്കര സന്തോഷം. 2-3 ദിവസമായിട്ട് അതിന്റെ ആ ഒരു ഇതിലിരിക്കുക. ഞാൻ ഈ കടൽക്കാക്കകൾ പറന്നു വരുമ്പോഴത്തേക്ക് നമ്മുടെ ബോട്ടിലിരിക്കുന്നവരൊക്കെ അവരുടെ ഓരോ ഭക്ഷ്യവസ്തുക്കൾ ഓരോന്ന് ഇങ്ങനെ ഇട്ടുകൊടുക്കുകയല്ല, ഇങ്ങനെ കൈകൊണ്ട് കഴിയുമ്പോൾ അത് കുത്തിയെടുത്ത് പറന്നു പോകുന്നു. ചിലതിന് ഇട്ടുകൊടുക്കുമ്പോൾ ഇങ്ങനെ ചാടി പിടിക്കുകയാണ് അത്. ഞങ്ങള് 1 മണിക്കൂർ കൂടുതൽ ബോട്ട് യാത്ര കഴിഞ്ഞ് നമ്മളെ ഇറക്കുന്ന സ്ഥലമുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ട്രെയിനാണ്. ഇവിടുന്ന് ഒരാൾക്ക് 18 രൂപ വെച്ച് ട്രെയിൻ. ചെറിയ രീതിയിലുള്ള ട്രെയിനാണ്. ഞങ്ങള് അവിടെ ബോട്ടിൽ ഇരുന്നുകൊണ്ട് കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് പോയിരിക്കുക. ഞങ്ങളിപ്പോ ടിക്കറ്റ് എടുത്തിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. ആ ട്രെയിൻ വന്നതിന് ശേഷം അതിനകത്ത് കയറിയിരുന്നാണ് നമ്മുടെ കേവ്സിലേക്ക് പോകുന്നത്. അവിടുന്ന് മിനി ട്രെയിൻ വരുന്നത്. അതിനകത്താണ് ഞങ്ങൾ കയറുന്നത്. ട്രെയിനൊന്നും നേരെ ഉള്ള ചെറിയ രീതിയിലുള്ള ഒരു ട്രെയിൻ. ഞങ്ങളുടെ മിനി ട്രെയിൻ ഇവിടുന്ന് തിരിച്ച് കുറച്ച് ദൂരമേ ഉള്ളൂ. പക്ഷെ ഇതൊരു രസം. പിന്നെ നടന്നു പോകുന്ന ദൂരം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ആൾക്കാര്. പക്ഷെ ഫസ്റ്റ് ടൈം നമ്മൾ വരുന്നതുകൊണ്ട് നമുക്ക് അറിയത്തില്ലല്ലോ ഇത്രയും എത്ര ദൂരമാണ്. അപ്പൊ ഇവര് പറഞ്ഞിട്ടുണ്ട്. നമ്മളെന്തായാലും കയറി ഇരുന്ന് ജസ്റ്റ് രസമുണ്ട് കാണാൻ. ഞങ്ങളിപ്പം ടോയ് ട്രെയിനിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾ നടന്നു വരികയാണ്. ഇപ്പം കേവ്സിലേക്കുള്ള വഴിയാണിത്. 2 സൈഡും കച്ചവടം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പക്ഷെ ഓരോന്നിൻ്റെ വില ചോദിച്ചു കഴിഞ്ഞാൽ ഞെട്ടും. ഒരു മാലകൾക്കൊക്കെ വില 6500 എത്രയൊക്കെ പറയുന്നത്. ഒത്തിരി സാധനങ്ങളുണ്ട്. വഴിയോര കാഴ്ചകൾ. പിന്നെ അതുപോലെ കുരങ്ങന്മാരുണ്ട്. സൂക്ഷിച്ച് നടന്നിരുന്നില്ലെങ്കിൽ കയ്യിലെ സാധനങ്ങൾ അടിച്ചുകൊണ്ട് പോക്കണം. പിന്നെ ഇനിയിപ്പോൾ എന്തായാലും ഞങ്ങൾ അകത്തോട്ട് പോവുക. അകത്തോട്ട് നടന്ന് ഒത്തിരി കുറച്ച് കയറ്റമാണ്. കയറ്റം കയറി വേണം പോകാൻ. പക്ഷേ എന്താ പറയുക, നമ്മൾ
പ്രത്യേക അനുഭവമാണിത്. ഈ നമ്മൾ പണ്ട് ചരിത്രങ്ങളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് ഇതൊക്കെ, എലിഫൻ്റ് കേവ്സിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മളത് നേരിട്ട് കാണുകയില്ല, അങ്ങോട്ട് നടന്നു പോകുന്നതേ ഉള്ളൂ. എലിഫൻ്റ കേവ്സ് അകത്ത് ഉള്ള ദൃശ്യമാണ് ഇവിടെ തുടങ്ങുന്നത്. ഞങ്ങളിപ്പോൾ എലിഫൻ്റ കേവ്സ് എല്ലാം കണ്ടിട്ട് തിരിച്ച് വീണ്ടും ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലെത്തി. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഇപ്പോൾ INS സാഗറിൻ്റെ റെസ്റ്റോറൻ്റ് ഞങ്ങളുടെ മെസ്സിൽ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. ഇന്നത്തെ ഫുഡെന്ന് പറഞ്ഞാൽ ചോല, പട്ടോര, ഖീർ, അതായത് കേരളത്തിലെ പായസം, തണ്ണിമത്തൻ, ഇതൊക്കെയാണ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റോടുകൂടി ഞങ്ങൾ മുംബൈ വിടുകയാണ്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ചോടെ കഴിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. 4 മണിക്കാണ് ട്രെയിൻ. ഇപ്പോൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ അടുത്ത് നിന്നും ബടാപ്പാവ് കഴിക്കുകയാണ്. ഇവരുടെ താല്പര്യപ്രകാരമാണ് കഴിക്കുന്നത്. വന്ന് അപ്പോൾ തൊട്ടേ പറയുന്നുണ്ട് ബടാപ്പാവെന്ന്. അപ്പോൾ സൂപ്പർ ബടാപ്പാവ് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇനി ബോംബെ വരുമ്പോഴേ ഒരു ബടാപ്പാവ് മാത്രമേ കഴിക്കുള്ളൂ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചായ സൂപ്പർ. ഞങ്ങളുടെ ബോംബെ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങളിനി ഞങ്ങളുടെ INS സാഗർ എന്ന സൈനിക റെസ്റ്റ് ഹൗസിലേക്ക് പോവുകയാണ്.